ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു കുസീൻ ലാബ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാഷ്യൂ ചിക്കനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ചിക്കൻ കറിയുടെ റെസിപ്പിയാണെന്ന്. അപ്പോൾ അതിലൊന്നാണ് ഇത് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു വലിയ ഉള്ളി ഇതേപോലെ സൈസിലാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 12 അണ്ടിപ്പരിപ്പും 2 പച്ചമുളകും. ഇനി വേണ്ടത് ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും പച്ചമുളകും മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ്, 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ ടൈം വെച്ച് പൊരിച്ചെടുക്കൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ല ക്രിസ്പി ആവാനും പാടില്ല, അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇപ്പോൾ ഈ പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം എന്നാലേ നമ്മുടെ ആ ഒരു പേസ്റ്റ് ഈ ചിക്കനിലൊക്കെ നന്നായി പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് ചിക്കന്. അപ്പോൾ കൂടുതൽ സമയമൊന്നും വെക്കേണ്ടി വന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. കാരണം നല്ല തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ കാഷ്യൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ ഇതിന്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇല്ല, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കാഷ്യൂ ചിക്കൻ റെഡിയായി, കംപ്ലീറ്റായി. ഇനി കഴിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.